ഗോപി, ഈ വിഷയത്തിലേക്ക് കടക്കാൻ മുൻപേ നമ്മൾ ഈ തുടങ്ങുമ്പോൾ തന്നെ പറയേണ്ടത് വയനാട്ടിൽ നിന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു വിഷയമാണ്. ഒരു പ്രകമ്പനം വരിക, അമ്പലവയൽ മേഖലകളിലൊക്കെ പ്രകമ്പനം വരിക, മുഴക്കം വരിക, ജനങ്ങൾ പെട്ടെന്ന് പരിഭ്രാന്തിയിലാകുന്ന ഒരു സാഹചര്യം മണിക്കൂറുകളോളം ഉണ്ടായി. ഇനിയൊരു ദുരന്തം സഹിക്കാവുന്ന അവസ്ഥയിലല്ല വയനാട്, നാടിനും ആ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ശാസ്ത്ര ഇതുണ്ടല്ലോ, അതൊരു ഭൂമി കുലുക്കമല്ല. പക്ഷേ ഇത്തരം ചില സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ ഒരു വലിയൊരു പ്രകൃതി ദുരന്തത്തിന് ശേഷമുള്ള വിലയിരുത്തലുകളൊക്കെ ഉണ്ടല്ലോ, അതിനെ എങ്ങനെയാണ് കാണേണ്ടത്? ഇത് വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ടോ? വീണ്ടും ആവർത്തിക്കാനുള്ള ചാൻസസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവാം. കാരണം ഇതൊന്നും പ്രവചിക്കാൻ കഴിയില്ല. പിന്നെ ആ ചെറിയ ഒരു പ്രകമ്പനം ഒരു സീസ്മിക് ആക്ടിവിറ്റി അല്ല എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ പോയ ശാസ്ത്രമേഖലയിലുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലെ പരിഭ്രാന്തിയൊന്നും വേണ്ട. പക്ഷേ ഇങ്ങനെയുള്ള മേഖലയിൽ വളരെ ചെറിയ ഇതുപോലെയുള്ള പ്രകമ്പനങ്ങളെ സൗണ്ട്, ഒരു എന്താ പറയുന്ന ഭൂമിക്കടിയിൽ നിന്നും അതിശക്തമായ ഒരു സൗണ്ട് കേൾക്കുന്നു. അത് ചെറിയ ഈ ഭൂമിയിലെ തന്നെ വിവിധ ലെയറുകൾ തമ്മിലുള്ള ഒരു ചെറിയൊരു മാറ്റമാണ്. പിന്നീട് എന്താ പറയുന്ന സ്ട്രിപ്സിൻ്റെ ചെറിയൊരു മാറ്റമാണ്. അത് പേടിക്കാനില്ല എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഉൾക്കൊള്ളണം. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, അവിടെ ഇന്ന് വന്ന വാർത്ത എന്ന് പറഞ്ഞത് ആ ദുരന്ത മേഖല കംപ്ലീറ്റ് വിണ്ടുകീറിയിരിക്കുകയാണ്. അവിടെ ഇനി വാസയോഗ്യമല്ല എന്ന് അവിടെ നിന്നൊരു ഉദ്യോഗസ്ഥൻ പറയുന്നതായിട്ട് ഞാനിന്ന് ടി വിയിൽ കേട്ടു, പിന്നെ ദൃശ്യമാധ്യമത്തിൽ കേട്ടു. അപ്പോൾ അത് യഥാർത്ഥത്തിൽ അത് പറയേണ്ടത് ശാസ്ത്ര സമൂഹമാണ്. അപ്പോൾ ശാസ്ത്ര സമൂഹം അതിനെ വിലയിരുത്തി പറയും അവിടെ ഇനി തിരിച്ച് പുനരധിവാസം ആ പഴയ സ്ഥലത്ത് ദുരന്ത മേഖലയിൽ സാധ്യമാവുകയില്ല എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ തന്നെ ഇന്ന് വേറൊരു ന്യൂസ് കൂടെ വരുന്നു. എൻ്റെ ഒരു സുഹൃത്ത് അവിടെ ആ മേഖലയിലുണ്ട്, പത്രപ്രവർത്തകനാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എവിടെയാണ് ഇവരെ പുനരധിവസിപ്പിക്കാൻ ആലോചിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടെ എല്ലാം ചോദിച്ചപ്പോൾ ഒരു കാര്യവും ഇത് ഇൻഫർമേഷനും ലഭിക്കുന്നില്ല, അവരാരും ഒരു കാര്യവും പറയുന്നില്ല. അങ്ങനെ വരരുത്. കാരണം ഇതൊരു ദുരന്തമുഖമാണ്. നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ദുരന്തം നടന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ഓടി എത്തിയത് മാധ്യമപ്രവർത്തകരാണ്. അവരാണ് ഈ ദുരന്തമുഖത്തിൻ്റെ നേർസാക്ഷ്യം നമ്മുടെ ജനം മനസ്സിലെത്തിച്ചത്. ഒരു കണക്കിന് ഏറ്റവും കൂടുതൽ അവിടെ പിന്നീട് എന്താ പറയുന്ന റിലീഫ്, ദുരന്തത്തിൽ പെട്ടവരെ രക്ഷിക്കാൻ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ സഹായകമായി. മാധ്യമങ്ങളുടെ ഇതുകൊണ്ട് ഒരാളെയെങ്കിലും നമ്മൾ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞുവെങ്കിൽ നമ്മൾ മാധ്യമങ്ങളോട് നന്ദി പറയേണ്ടതാണ്. ഒരു ജീവനെയെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞുവെങ്കിൽ. അതിന് ഒപ്പം തന്നെ ആദ്യം പറയട്ടെ, ഇന്നലെ നമ്മൾ തുടങ്ങി വെച്ച ചർച്ച, ആ ചർച്ചയിൽ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത ഒരു കാര്യം ഇന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നു. അത് പിന്നീട് ധനസഹായം, അതിന് പിന്നീട് ധനസഹായം ചെയ്ത ഗവൺമെൻറ് മെഷീനറിയോട് ആദ്യം നന്ദി പറയട്ടെ. ഒപ്പം തന്നെ നമ്മുടെ ഈ മാധ്യമത്തിൻ്റെ ശക്തി എന്ന് പറയുന്ന അവിടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ചർച്ചയുടെ പ്രധാന ഭാഗത്തേക്ക് കിടക്കുന്നു. ഇന്നലെ നമ്മൾ തുടങ്ങിയത് പുനരധിവാസമാണ്. ആ പുനരധിവാസം ഇപ്പോൾ താൽക്കാലിക പുനരധിവാസമാണ്. തുടർന്ന് പെർമനൻ്റ് പുനരധിവാസത്തിലേക്ക് നമ്മൾ കടക്കുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല. അത് യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ജീവനോപാധി നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. കർഷകരും ക്ഷീരകർഷകരുമുള്ള മേഖലയാണെങ്കിൽ കർഷകർ ഏറ്റവും കൂടുതൽ, ഇന്നലെ പറഞ്ഞത് ഒരു 80% കർഷകരാണ് ആ മേഖലയിൽ എന്ന് പറയുമ്പോൾ ഹോർട്ടിക്കൾച്ചറും അഗ്രികൾച്ചറും അതിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി നമുക്ക് പിന്നീട് ഒരു എക്കോണമി അവിടെ പടുത്തുയർത്താൻ കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മൾ പുനരധിവസിപ്പിക്കുന്ന ആൾക്കാരുടെ ജീവനോപാധി അതിന് ഒരു മുതൽക്കൂട്ടായിട്ട് മാറും. അതിന് നമ്മുടെ ഹോർട്ടിക്കൾച്ചറിലെയും അഗ്രികൾച്ചറിലെയും എക്സ്പേർട്സുകളുടെ സേവനം അവിടെ ഏറ്റവും അത്യാവശ്യമാണ്. ഒരു സംരംഭം, ആ മേഖലയിൽ സംരംഭം തുടങ്ങാൻ സാധിക്കണം. അത് മാത്രമല്ല, എങ്ങനെയുള്ള സംരംഭങ്ങൾ അവിടെ തുടങ്ങാം, നമുക്ക് ആ മേഖലയിൽ ഇപ്പോൾ പുനരധിവാസത്തിനോടൊപ്പം അവിടെയുള്ള ആൾക്കാരെ പുനരധിവസിപ്പിക്കുന്ന സമൂഹത്തെ നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, കേന്ദ്ര സർക്കാരിൽ ഒരുപാട് സ്കീംസ് ഉണ്ട്, സംസ്ഥാന സർക്കാരിൽ ഒരുപാട് സ്കീംസ് ഉണ്ട്, സ്ത്രീകൾക്കുള്ള പദ്ധതികളുണ്ട്, വികലാംഗർക്കുള്ള സ്കീംസ് ഉണ്ട്, പരമ്പരാഗത വ്യവസായങ്ങൾക്കുള്ള സ്കീമുകളുണ്ട്. ഇതിൽ ഏറ്റവും സ്യൂട്ടബിളായിട്ട് ഇവർക്ക് ഏറ്റവും ഫിറ്റാവുന്ന, ആ മേഖലയ്ക്ക് ഫിറ്റാവുന്ന ചെറുകിട വിപണന വ്യവസായം, ഈ നേരത്തെ പറഞ്ഞതുപോലെ അഗ്രികൾച്ചർ ബേസ് ചെയ്തുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ ബേസ് ചെയ്തുകൊണ്ട് തന്നെ തുടങ്ങാനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും അതാത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പക്കൽ നിന്ന് ഇവർക്ക് ഉണ്ടാവണം. അത് മാത്രമല്ല, അവരെ പഠിപ്പിക്കണം ഉൽപ്പന്നത്തിൻ്റെ സ്വഭാവം എന്താണ്, ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യ എന്താണ്, പദ്ധതി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ടത്
ഈ ദുരന്തമുഖത്ത് നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തിയെടുത്ത കുറേ ആൾക്കാർ അവർ വൈകല്യമുള്ളവരായിരിക്കാം, ദീർഘകാല വൈകല്യമുള്ളവരായി മാറിയേക്കാം, പരിക്കുകൾ അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവരായിരിക്കാം. അവരുടെ പുനരധിവാസവും പുനർജീവനവുമാണ് ഏറ്റവും നമുക്ക് മുന്നിലുള്ള ഒരു വെല്ലുവിളി. എനിക്ക് തോന്നുന്നു സാർ നമുക്ക് അത് ആ ഒരു ഘട്ടത്തിലേക്ക് എടുക്കാമെന്ന് തോന്നുന്നു. നമ്മൾ ഓരോ ഘട്ടമായിട്ട് പറഞ്ഞു പോകുമ്പോൾ ഞാൻ തിരികെ എത്താം.